നമസ്കാരം. പണം ചെലവാക്കി പാർട്ടി പിടിച്ചാൽ ആ പാർട്ടിക്കാരെ ലഹരിമരുന്ന് കടത്തിന് ഉപയോഗിക്കാവുന്ന പാർട്ടി സംവിധാനമാക്കി മാറ്റിയതും ലോക്കൽ കമ്മിറ്റി ഓഫീസ് ലഹരിമരുന്ന് കച്ചവടം നടത്തുന്ന കേന്ദ്രമാക്കിയതുമായ അനുഭവം CPM-ൽ ഉണ്ടായിട്ടുണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടി നൽകുമ്പോഴായിരുന്നു ഗോവിന്ദന്റെ പരാമർശം. ആലപ്പുഴയിലെ CPM-ലെ വിഭാഗീയതയിലും ലഹരിക്കടത്ത് വിവാദങ്ങളിലും പാർട്ടി എടുത്ത നടപടികൾ ഏറെ ചർച്ചയായിരുന്നു. അന്ന് 3 ഏരിയ കമ്മിറ്റികൾ പിരിച്ചുവിട്ടു. ആലപ്പുഴ നോർത്ത്, ആലപ്പുഴ സൗത്ത്, ഹരിപ്പാട് കമ്മിറ്റികളാണ് പിരിച്ചുവിട്ടത്. പകരം അഡ്ഹോക്ക് കമ്മിറ്റികൾ കൊണ്ടുവന്നു. ഗോവിന്ദന്റെ ഇടപെടലായിരുന്നു നടപടികൾക്ക് കാരണമായത്. ഈ സംഭവമാണ് കൊല്ലത്ത് ഗോവിന്ദൻ സ്ഥിരീകരിക്കുന്നത്. ഇത് കേരളത്തിൽ തന്നെയുള്ള അനുഭവമായിരുന്നു. അത്തരം ഭീകരവാഴ്ചയ്ക്കെതിരെ ഗൗരവപൂർണമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിന് അവിടെ പോയി യോഗം ചേർന്നെങ്കിലും ഭൂരിപക്ഷ അഭിപ്രായം സ്വീകരിച്ച് മടങ്ങിപ്പോകേണ്ടി വന്ന അനുഭവമുണ്ട്. നടപടിയെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ പാർട്ടി ഘടകത്തെ പിരിച്ചുവിടേണ്ടി വരുമെന്ന് സംസ്ഥാന സെക്രട്ടറി ഉറപ്പിച്ചു പറഞ്ഞതോടെയാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി നേരിട്ടെത്തി കമ്മിറ്റി വിളിച്ച് നടപടിക്ക് വിധേയമാക്കിയത്. നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ പോലും ലഹരിമരുന്ന് കച്ചവടം നടത്തുന്ന കേന്ദ്രമായിരുന്നുവെന്ന്. ഒരു പണക്കാരൻ ഏരിയ കമ്മിറ്റിയിലെ വിഭാഗീയത വ്യക്തിപരമായി മുതലാക്കാമെന്ന് കണ്ട് പണം ചെലവാക്കി പാർട്ടിയെ പിടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായ പ്രശ്നമാണ്. ഈ കേരളത്തിലുണ്ടായതാണ്. ഞങ്ങൾ പരിശോധിച്ചതാണ്. ആ കമ്മിറ്റിയെ പിന്നീട് മാറ്റി. ആ പ്രവണതകളെല്ലാം മാറ്റി. ഈ പ്രാവശ്യം യാതൊരു പ്രശ്നവുമില്ലാതെ അവിടെ സമ്മേളനം നടന്നുവെന്നും ഗോവിന്ദൻ പറഞ്ഞു. ആലപ്പുഴയിൽ വിഭാഗീയ പ്രവർത്തനങ്ങളിൽ കുറ്റക്കാർ എന്ന് കണ്ടെത്തിയവർക്കെതിരെയും നടപടികൾ സ്വീകരിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന PP ചിത്തരഞ്ജൻ MLA തരം താഴ്ത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M സത്യപാലനെയും തരം താഴ്ത്തി. ലഹരിക്കടത്ത് വിഷയത്തിൽ ആരോപണ വിധേയനായ A ഷാനവാസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഷാനവാസിനെ കുറ്റപ്പെടുത്തുന്ന തരത്തിലാണ് പണം ചിലവാക്കി പാർട്ടി പിടിച്ചാൽ ആ പാർട്ടിക്കാരെ ലഹരിമരുന്ന് കടത്തിന് ഉപയോഗിക്കാവുന്ന പാർട്ടി സംവിധാനമാക്കി മാറ്റിയതെന്ന ഗോവിന്ദന്റെ പരാമർശം ചർച്ചയാകുന്നത്. 1 കോടി രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ലോറികളിൽ കേരളത്തിലേക്ക് കടത്തിയ കേസിൽ ലോറി ഉടമയായ CPM നേതാവാണ് ഷാനവാസ്. പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയ ലോറികളിൽ ഒന്നിൻ്റെ ഉടമയാണ് ആലപ്പുഴ നഗരസഭ സ്ഥിരം സമിതി ചെയർമാനും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ A ഷാനവാസ്. ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തതിന് പിന്നാലെ കരുനാഗപ്പള്ളി സ്റ്റേഷനിലെത്താൻ പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും ഷാനവാസ് തയ്യാറായില്ല. മറ്റൊരു ലോറിയുടെ ഉടമ A അൻസാറും സമാന നിലപാടാണ് സ്വീകരിച്ചത്. ഷാനവാസിൻ്റെ ബിസിനസ് പങ്കാളി കൂടിയാണ് അൻസാർ. ഇതോടെ കരുനാഗപ്പള്ളി പോലീസ് ആലപ്പുഴയിലെത്തി ഷാനവാസിൻ്റെയും അൻസാറിൻ്റെയും മൊഴി രേഖപ്പെടുത്തി. വാഹനം ഇടുക്കി കട്ടപ്പന സ്വദേശി ജയന് വാടകയ്ക്ക് നൽകിയെന്നായിരുന്നു ഇരുവരുടെയും വാദം. പിന്നീട് ഈ വാദം ആളിക്കത്തി. കർണാടകയിൽ നിന്നാണ് ലഹരി വസ്തുക്കൾ കൊണ്ടുവന്നതെന്നായിരുന്നു പ്രതികളുടെ മൊഴി. ആലപ്പുഴ നഗരസഭയിലെ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനും CPM ആലപ്പുഴ ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്നു A ഷാനവാസ്. ആലപ്പുഴയിലെ ജന്മദിനാഘോഷത്തിൽ ലഹരിക്കടത്ത് പ്രതി ഇജാസിനൊപ്പം നിൽക്കുന്ന ഷാനവാസിന്റെ പടം പുറത്തായത് ഏറെ വിവാദമായി. ലഹരിക്കടത്ത് കേസിലെ പ്രതികളെ അറിയില്ലെന്ന ഷാനവാസിന്റെ വാദം ഇതോടെ പൊളിയുകയായിരുന്നു. ലഹരിക്കടത്തിന് പിടിയിലാകുന്നതിന് 4 ദിവസം മുൻപായിരുന്നു ആഘോഷം. 1,27,410 പാക്കറ്റ് ലഹരി വസ്തുക്കളാണ് കണ്ടെടുത്തത്. ലോറികളിൽ സവാള ചാക്കുകൾക്കിടയിൽ വിവിധ പെട്ടികളിലും ചാക്കുകളിലും ഒളിപ്പിച്ച നിലയിലായിരുന്നു ഇത്. ഈ കേസിൽ ഷാനവാസിനെതിരെ പോലീസ് തെളിവൊന്നും കിട്ടിയില്ല എന്നതാണ് വസ്തുത. അപ്പോഴും പാർട്ടി നടപടികളിലേക്ക് കടന്നു എന്നതാണ് വിചിത്രം.